ഗം ഗണപതേ നമഃ. ഓം സംസരസ്വതീ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ മഹാദേവി നമോ നമഃ. ആദിത്യമംബികം വിഷ്ണും ഗണനാഥം മഹേശ്വരം പഞ്ചദേവാൻ ഭജേ നിത്യം സർവാഭീഷ്ടസിദ്ധയേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രനേ നമഃ. ഹരിനാരായണ സദ്ഗുരു. ഓം ഹ്രീം നമഃ ശിവായ. പഞ്ചാക്ഷര ഗുരുമൂർത്തയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീരാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ രാമായ സീതായ പദേ നമഃ. ഇത് ശ്രീ അധ്യാത്മരാമായണേ യുദ്ധകാണ്ഡേ ഉമാമഹേശ്വര സംവാദ യുദ്ധകാണ്ഡ രാവണശുക സംവാദം സമാരംഭം. പന്തിമുഖനും അവനോട് ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തിനാരൂ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രി ചരക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവാൻ. സിന്ധുതൻ ഉത്തരതീരോപരി ചെന്നൊരാന്തരമെന്നിയെ ഞാൻ തവ കാര്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭു പാകി പാകീതി ഞാനാമയം പൂണ്ട് കരഞ്ഞ നാദം കേട്ടു. ദൂതൻ അവധ്യൻ അയപ്പിനെന്ന് ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാർ, അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരനുജ്ഞാസാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക.
രണ്ടിലും ഒന്നു ഉടറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്ക് എന്ന് പറയണം. എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോന്നിരുന്നു കൊണ്ടു ഞാൻ ഓടുന്നതിന് ബലം എങ്കിൽ എന്നോട് പോലായിക്കൊണ്ട് പുറപ്പെടുക നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാനൊക്കെ പൊളിപ്പെടുത്തി എന്ന് ഉള്ളിൽ വന്നിങ്ങ് പൊക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. നത്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തൻ എന്നാകിൽ പുറപ്പെടുക ആശു നീ എന്ന് അരുളി ചെയ്തിലും അരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ. സുഗ്രീവലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭു കവിപുങ്കവപാലിതം പർവ്വത സന്നിഭന്മാരായ വാനര ഉർവി പുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നത് നിർഭയം, സംഖ്യമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദുരിതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടും രൂക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ ഒന്നിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വന്നി നന്ദനൻ അങ്കദനാകും ഇളയ രാജാവതിന് അങ്ങേത് പത്മകിഞ്ചൽ സമപ്രഭൻ കസ സമപ്രഭൻ വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ തൽപാർശ്വീമനി നിൽക്കുന്നത് വാദകൻ തോൽപുത്ര ഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംബൻ അങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ അങ്ങേത് അവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യതന്ത്രന്മാരല്ലോ സേതുകർത്താവാം നളൻ അതിനങ്ങേത് ബോധമേറും വിശ്വകർമാവ് തന്മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാദിയ കേസരി ചുരനായിടും പ്രമാതി ശതബലി സാരനാഞ്ചാമോർ വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷൻ ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഭൂമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനരനായകന്മാർ 67 കോടി ഉണ്ട് ഉള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞ് പോർക്കായി 21 വെള്ളം പടയുണ്ട് ഉള്ളത് അവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ ഇവർ ഏവരും. ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണം പരം പുരുഷോത്തമം. സീതയാകുന്നതു
യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായത് അനന്തനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ എന്ന് അറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിരുവാൻ കാരണം എന്തെന്നതോർക്ക നീ മനസ്സ് പഞ്ചഭൂതാത്മകമായ ശരീരമോ പഞ്ചത്വം ആശുഭവിക്കും എല്ലാവനും പഞ്ചാത്മകതത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മാംസമേധാസ്തിമൂത്ര മലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധം എത്രയും ജ്ഞാനെന്ന ഭാവം അതിങ്കിലും ഉണ്ടായി വരും. ജ്ഞാനമില്ലാതെ അതോർക്ക നീ ഹന്തജടാത്മകമായ കായത്തിങ്കിൽ എന്തൂരാസ്ത ഭവിക്കുന്നതും ധീമത യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയം പാതകങ്ങൾ ഘൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാതിമൂലമായി സംഭവിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച് കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമൂഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാനം അവ്യയം അദ്വയം ആത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ. കേവലം പുത്രധാരാർദ്ധഗൃഹാദി വസ്തുക്കൾ ശക്തി കളഞ്ഞ് വിരക്തനായി വാഴുക. സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചതു അഹന്ത പിന്നെ ദുരത്വം വന്നിതു. കർമ്മഭൂവാഗന്ധത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിരുന്നാൽ പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യ പൗത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോര തപോധനൻ എന്നിരിക്കെ പുനർ അജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാവിലാസം എന്നിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക. മനസ്സ് രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാവരൻ അദ്വയൻ. സീതയെ രാമന് കൊണ്ട് കൊടുത്തു തൽപാദപത്മാനുകരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലാസു കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോടിച്ചു
നല്ല നേരത്തോട് ചോദിച്ചു പോകണോ രാമരാമേവി രാമേ ജപിച്ചുകൊണ്ട് ആമയും വേറിട്ട് സാധിക്ക മോക്ഷവും സൽസംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം ദേവം മരതക കാന്തി കാന്തം രമാസേവിതോ ചാരബാണായുധോ രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം ഭക്തിയാനിരന്തരം ധ്യാനിച്ചു കൊള്ളുകയിലോ മുക്തി വന്നിടും അതിനില്ല സംശയം യുദ്ധം സുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസിനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നും സുഖനെന്നു തോന്നുവായ അത്യന്തരോഷേ നോക്കി ഉറച്ചിട ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊല്ലുവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കെ ആരുണ്ട് കാരുണ്യം എനിക്ക് അതുകൊണ്ട് ഞാനിന്ന് കൊല്ലുന്നതില്ല എന്ന് കൽപ്പിച്ചത് എന്നെ നിന്ന് ആശുപറയത്ത് പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല എന്നോട് മുമ്പിൽ നീ കാക്ഷണം നിൽക്കണോ അന്നുകൂടും മരണം നിനക്കുന്നുവേ എന്നതു കേട്ട് പേടിച്ചു ഉറച്ചവൻ ചെന്ന് തൻ മന്ദിരം പൊക്കിയിരുന്നീരാ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ച് സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികൾ പ്രധാനത്വം കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായ നിത്യവും ദേവാദികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാദി ഉഭയാർത്ഥിയായി വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാത്രിവൃന്ദാവരനായി മരുദശാന്തര് നിർജരവൈകുലശ്രേഷ്ഠനാദിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലൂ സുഖാപകാരത്തിന് അന്തരവും പാർത്തിരിക്കും ഇതോ കുംഭോത്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ സംപ്രാപ്തനായ ഒരു ദിവസം വരാൻ സംഭൂജിതനാം അഗസ്ത്യതബോധനൻ സംബോധനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മൂനോ കുംഭോത്ഭവേ തഥായാതുദാനാധിപൻ വജ്രദംസാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ച് അന്തരാജുന്നാൻ സുഖനോട് മന്ദകാസാന്നിധം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് മിഷ്ടമായുണ്ടേണമെന്നു നോക്കണോ ചാ
കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമനി എന്നളവേ സുഖം പത്നിയോടു ചൊന്നാത് അങ്ങനെ എന്നവളും ചൊന്ന മധ്യേ സുഖപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വാർത്തേരിനാൻ മായയ മർത്യമാംസം വിളമ്പിക്കൊടുത്തൻപോട് തത്രൈവ വജ്രദംഷ്ടം മറഞ്ഞിരുന്നായ മർത്യമാംസം കണ്ടു മൈത്ര വരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം സുഗനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായ പൃഥ്വി വാഴുക മത്തപോ വൈഭവ. യുദ്ധം ശവിച്ചതു കേട്ടു സുഗന്ധാനും എത്രയും ചിത്രമിത് എന്തോരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്ക് എന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിന് കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാ. ചൊല്ലു എന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതു എന്നോട് ചൊല്ലണം എന്നതു കേട്ടു സുഗനും അഗസ്ത്യനോട് അന്നേരം ആശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇത് ഈ ജനത്തോട് വീണ്ടും വന്നൊരു ചെയ്തു വ്യഞ്ജനോ മാംസമന്വിതോ എന്ന് അഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തതും. ഇതം സുഗോക്രികൾ കേട്ടൂര് അഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ച് അരുളിന വൃത്താന്തോൾക്കാമ്പു കൊണ്ട് കണ്ടോരളവ് ഉൾത്താപമൂടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പത യാമിനി സഞ്ചാരികൾ ഇതു ചെയ്തതു നമ്മയോ. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വര വിധി തന്നതും എന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയും ആകയാൽ നല്ലത് വന്നുകൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരു ആകുലമെന്നിയെ ലങ്കാപുരാന്തികേ നാലുപുറവും വളഞ്ഞിരിക്കുന്ന ഒരു കാലം
അവസ്ഥ അറിഞ്ഞു വന്നിടുവാൻ നിന്നെ ഐക്യം ദശാനനൻ. അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പൂച്ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു. ദേവപ്രിയനായി വരും പുനരാശു നീ. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു. ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവം അശേഷമുപേക്ഷിച്ചു. സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും. യുദ്ധം അനുഗ്രഹിച്ചു കലശോത്ഭവൻ. സത്യം തപോധന വാക്യം മനോഹരം. സാരനായൂര് സുഗൻ പോയി. അനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു. രാവണ മാതാവ് തൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു. രക്ഷോവരനും ഇരുത്തി യഥോചിതം കൈകസീത്താതൻ മതിമാൻ വിനീതിമാൻ. കൈകസി നന്ദനൻ തന്നോട് ചൊല്ലുവൻ ഞാൻ തവ നല്ലതു. പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളിൽ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കണ്ടില്ലയോ നാശകേതുക്കളായി ദശ കണ്ട പ്രഭു. നീ നിരൂപിക്ക മനസ്സേ. ദാരുണമായിടിവെട്ടും നിരന്മുഖം ചോരയും ചെയ്യുന്നിതു. ഉഷ്ണമായി എത്രയോ ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്ന് ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു. രോഷകുലങ്ങളോടു ഔവണമേ പന്നഗജാലം ഗരുഡനോടും തഥാ എതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയോ. ഉണ്ടനായി ഏറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുണ്ട് കാണും. ഇത് എല്ലായിടവും കാലമാപത്തിനുള്ളൂ നിർണയം. ഹരേ ഹരേ രാമ
ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിന് അത്രൈവ ശാന്തിയെ ചെയ്തുകൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഏതുമേ സംശയമെന്നേ സീതയെ കൊണ്ടുപോയി രാമപാതേ വെച്ചു വന്ദിക്ക വൈകാതെ. ഹരേ രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം തിരിച്ചു ഭജിച്ചുകൊള്ളുക. അദ്വൈനാം പരമാത്മാനോ അവ്യയം ശ്രീരാമപാദബോധം കൊണ്ട് സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം നിനക്കിതു ചിന്തിക്കമാനസേ സാധ്വനപൂർവം ദശമുഖം തന്നോട് ശാന്തനമാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ട് പുറാഞ്ഞു ദശമുഖൻ പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ. മന്നവനായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിന് എന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യം എന്ന് ഉൾക്കാമ്പിലോർക്കുന്നവൻ ജഡം എത്രയോ രാമൻ നിയോഗിക്കയാൽ വന്നിതു എന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലോ ഇനി വേണ്ടുന്നതാ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രം ഇവീ യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ. ഇതം പറഞ്ഞ് അമാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധനി കരേറിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ.
ഓം ശ്രീ മഹാദേവി നമഃ. ഹരേ ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രനേ നമഃ. പൂർവം രാമതപോവന നിഗമനോ ഋത്വാമൃതം കാഞ്ചനോ വൈദേഹീകരണോ ജടായുമരണം സുഗ്രീവ സംഭാഷണോ ബാലീ നിഗ്രഹോ സമുദ്രതരണം ലങ്കാപുരിദഹനം പശ്ചാൽ രാവണ കുംഭകർണമദനം ഏതസ്യ രാമായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാലകന്നയോധ്യയിൽ പിറന്ന് ആരണ്യമകമ്പുക്കും കിഷ്കിന്ധാധിപനോട് സുന്ദരൻ യുദ്ധം ചെയ്ത ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം.